BJP ഇത്തവണ അവരുടെ സീറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് 400+ എന്നുള്ള ഒരു മുദ്രാവാക്യവുമായാണ് അവർ മുൻപോട്ട് പോകുന്നത്. അതിനായി ഏത് രീതിയിലും മാക്സിമം വോട്ടുകൾ നേടുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ കൂടുതൽ വോട്ടർമാരെ ചേർക്കുന്നു. സ്ത്രീകൾക്കിടയിൽ അവർ ശക്തമായൊരു വേരോട്ടം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴത്തെ പുതിയൊരു നീക്കമാണ് BJP നടന്നത്. പുതിയ നീക്കമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിന് മുൻപ് തന്നെ കഴിഞ്ഞ ഒരു വർഷമായി ഇതിനുള്ള നീക്കങ്ങൾ അവർ ആരംഭിച്ചിരുന്നു. പക്ഷേ പെട്ടെന്ന് നമുക്കത് മനസ്സിലായില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് സമുദായങ്ങളെ പിടിക്കുന്നു, വിവിധ സമുദായങ്ങളെ അല്ലെങ്കിൽ ജാതികളെ BJPയുമായി അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഒരു വർഷം മുമ്പ് തന്നെ വിവിധ ജാതികളിൽപ്പെടുന്ന വിദ്യാർത്ഥികളുടെ യോഗം വിളിച്ചു കൂട്ടുകയും നരേന്ദ്രമോദിയുമായി സംവേദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അന്നൊക്കെ അത് വിദ്യാർത്ഥികളുടെ സംവേദമായിട്ടാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. അത് അങ്ങനെ ആയിരുന്നില്ല എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. ഏതായാലും ഓരോ ജില്ലയിലും 20,000 അതിൽ മുകളിലോ വോട്ടുകളുള്ള ജാതികളെയാണ് BJP നോട്ടമിട്ടിരിക്കുന്നത്. അതിനായി പ്രാദേശിക തലത്തിൽ 250 ഈ സമുദായ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു യോഗം നടത്തും. ഈ യോഗത്തിൽ 5 സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുക്കും. ഈ യോഗത്തിൽ പ്രധാനമായി അവതരിപ്പിക്കപ്പെടുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ UPയിൽ 79 ജാതി വിഭാഗങ്ങളുണ്ട്. എന്നാൽ ഓരോ ജില്ലയിലും 10 to 20 ജാതികൾക്ക് മാത്രമാണ് പ്രാധാന്യം. അതായത് ഈ 20,000 വോട്ടുകൾ ഇല്ലെങ്കിൽ അതിന് മുകളിൽ വോട്ടുകളുള്ളത് ഈ 10 ജാതികൾക്ക് മാത്രമാണ് ഓരോ ജില്ലയിലും. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഈ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ സമുദായങ്ങളുണ്ട്. പക്ഷേ ആ സമുദായങ്ങൾക്ക് എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും എല്ലാ ജില്ലകളിലും വലിയ സ്വാധീനമില്ല. ഓരോ ജില്ലകളിലും സ്വാധീനമുള്ള ജാതികളുണ്ട്, ഓരോ ജില്ലയിലും സ്വാധീനമുള്ള സമുദായങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും. അത്തരത്തിൽ 20,000 മുതൽ വോട്ടുകളുള്ള സമുദായങ്ങളെയാണ് പ്രത്യേകമായി വിളിച്ചു ചേർത്ത് യോഗം ഓരോ ജില്ലാ അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്. ഇവിടെ സാമുദായിക നേതാക്കൾക്ക് പഴയതുപോലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുവാനോ ഇല്ല ശതമാനം കാണിച്ച് പേടിപ്പിക്കുവാനോ കഴിയില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. അതായത് 2024 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ സമുദായ നേതാക്കന്മാരൊക്കെ സൈഡായി തുടങ്ങും. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.